അപ്പൊ ആദ്യം തന്നെ എല്ലാവർക്കും എന്റെ ഭാഗത്തുനിന്ന് അതുപോലെ തന്നെ ലേണേഴ്സിന്റെ ഭാഗത്തുനിന്നും സ്വാതന്ത്ര്യദിന ആശംസകൾ. അപ്പൊ ഇന്ത്യയിൽ നമ്മുടെ 79ാം സ്വാതന്ത്ര്യദിനമാണ് ഇന്ന് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവരും തന്നെ എനിക്ക് തോന്നുന്നു രാവിലെ വ്യത്യസ്ത രീതിയിൽ ഇൻഡിപെൻഡൻസ് ഡേ അനുബന്ധിച്ചുള്ള പരിപാടികൾ കാണുകയും അതുപോലെ ചില പരിപാടികളിലൊക്കെ തന്നെ പങ്കെടുക്കാൻ അവസരം ലഭിക്കുകയും ചെയ്ത ഒരുപാട് ആൾക്കാർ ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും. എന്നിരുന്നാലും ലേണേഴ്സിന്റെ ഭാഗത്തുനിന്ന് പലരും ആദ്യമായി ജോയിൻ ചെയ്തവരായിരിക്കാം ലേണേഴ്സിൽ. അതുപോലെ ചിലരൊക്കെ തന്നെ മുൻ വർഷങ്ങളിലും അല്ലെങ്കിൽ മുമ്പത്തെ ബാച്ചുകളിലൊക്കെ ആയിട്ട് വ്യത്യസ്ത ലേണേഴ്സ് പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ളവരായിരിക്കും. അപ്പൊ ഇതുപോലെ ഫോമൽ അതുപോലെ തന്നെ ഇൻഫോർമൽ ആയിട്ടുള്ള അക്കാഡമിക് നോൺ അക്കാഡമിക് ഒരുപാട് ആക്ടിവിറ്റീസ് നമുക്ക് ലേണേഴ്സിൽ വരും ദിവസങ്ങളിൽ ഉണ്ടാവും. സോ ആദ്യമായി വന്ന ലേണേഴ്സിനെ സംബന്ധിച്ച് അവരുടെ ആദ്യത്തെ ഒരു ഇവന്റ് ആയിരിക്കും നമ്മളുടെ ഇൻഡിപെൻഡൻസ് ഡേ ക്വിസ് എന്നുള്ളത്. അപ്പം ക്വിസിലേക്ക് തന്നെ എത്രയും പെട്ടെന്ന് വരാം. അപ്പം ക്വിസിനെ പറ്റി പറയുകയാണെങ്കിൽ 6 റൗണ്ട്സ് ആണ് ഈ ഒരു ക്വിസിൽ ഉണ്ടാവുക. 6 റൗണ്ട്സിലായിട്ട് വ്യത്യസ്ത നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ പല തരത്തിലുള്ള ചോദ്യങ്ങളും പല രസകരമായിട്ടുള്ള റൗണ്ട്സും ഇതിൽ നിങ്ങൾക്കായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതില് ഈ ഒരു ക്വിസിന്റെ രീതിയിലേക്ക് വരുമ്പം നമ്മൾ ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് നമുക്ക് വിന്നറെ കണ്ടെത്താൻ സാധിക്കുന്നത് ഏറ്റവും ആദ്യം ആര് ആൻസർ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യമേ പറയട്ടെ, വിജയിയെ പ്രഖ്യാപിക്കുക. ഏറ്റവും കൂടുതൽ ആൻസേഴ്സ്, ഇപ്പൊ നമുക്ക് 30-ലടുത്ത് ചോദ്യങ്ങളുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ തവണ ഏറ്റവും പെട്ടെന്ന് ആരാണോ ആൻസർ ചെയ്യുന്നത് അവരെയായിരിക്കും നമ്മൾ വിജയിയായിട്ട് കണക്കാക്കുക. സോ എത്രയും പെട്ടെന്ന് കൃത്യമായിട്ട് ചാറ്റിൽ ടെക്സ്റ്റ് ചെയ്ത് ആൻസർ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം പ്രത്യേകം ഉറപ്പുവരുത്തുക. ടെക്സ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം, അതായത് നിങ്ങളിപ്പം ഓരോ റൗണ്ടിലെയും ക്വസ്റ്റ്യൻ നമ്പർ നിങ്ങൾക്ക് എടുക്കാം. അപ്പൊ ഒരു റൗണ്ടിൽ ക്വസ്റ്റ്യൻ നമ്പർ 1 നിങ്ങൾ ഉത്തരം പറയുന്നതെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 1 ഓപ്ഷൻ എന്താണ്, അത് നിങ്ങളുടെ ആൻസർ എന്താണ് എന്നുള്ളതാണ് നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ടത്. രണ്ടാമത്തെ ചോദ്യമാണ് റൗണ്ട് വൈസ് ആണ്, അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ചോദ്യമാണെങ്കിൽ അങ്ങനെ. ഇനിയിപ്പോ റൗണ്ട് ബിയിലേക്ക് വരികയാണെങ്കിൽ റൗണ്ട് ബിയിലേക്ക് വരുമ്പോഴും വീണ്ടും ക്വസ്റ്റ്യൻ നമ്പർ 1 എന്താണ്, ക്വസ്റ്റ്യൻ നമ്പർ 2 എന്താണ് ഉത്തരം, ക്വസ്റ്റ്യൻ നമ്പർ 3 എന്താണ് ഉത്തരം എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഒരിക്കൽ കൂടെ ഞാൻ പറയാം, 6 റൗണ്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ ഓരോ ചോദ്യത്തിനും ഓരോ മാർക്ക് ആയിരിക്കും ലഭിക്കുക. ഏറ്റവും ആദ്യം കറക്റ്റ് ഉത്തരം പറയുന്നവരെയായിരിക്കും മത്സരത്തിൽ കൂടുതലായിട്ട്, അല്ലെ മത്സരത്തിന്റെ വിജയമായിട്ട് നമുക്ക് പ്രഖ്യാപിക്കാൻ സാധിക്കുക. ഗുഡ് ഈവനിങ് എവ്രി വൺ. സോ നമ്മൾ ക്വിസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതാണ്. സോ അതിന് മുന്നേ ആയിട്ട് നമുക്ക് ജഡ്ജസ് ഉണ്ട്. നിങ്ങളുടെ ബാബയ് സാർ ജസ്റ്റ് പറഞ്ഞു നിങ്ങൾ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പം ക്വിക്കായിട്ട് പറയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നിങ്ങളുടെ ഇൻഡിവിജ്വൽ ആയിട്ട് നിങ്ങളെടുത്ത് ഓരോരുത്തരെടുത്തും വന്നിട്ട് ചോദിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. സോ ആ ഒരു ലിമിറ്റേഷൻ നമുക്കുള്ളത് കൊണ്ട് തന്നെ ക്വിക്കായിട്ട് കാര്യങ്ങൾ പറയുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ആദ്യം പറയുന്നവരായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ചാറ്റ് ബോക്സ് ഓപ്പൺ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഉത്തരം പറയാവുന്നതാണ്. ആൻഡ് അപ്പൊ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത്, അപ്പം നമ്മളൊരു ചോദ്യം കാണിക്കും. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഫസ്റ്റ് പറഞ്ഞ ഉത്തരം നമ്മൾ അത് കൺസിഡർ ചെയ്യും. അപ്പൊ അത് തെറ്റാണെങ്കിൽ പിന്നെ നിങ്ങൾ മറ്റുള്ളവർ ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ഒരു സെയിം ഉത്തരം വീണ്ടും പറയുവാണെങ്കിൽ അത് കൺസിഡർ ചെയ്യില്ല. അപ്പൊ നിങ്ങളുടെ ഫസ്റ്റ് ഉത്തരം ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം തന്നെയാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അപ്പൊ ആദ്യം ഉത്തരം ചെയ്യാന്നുള്ളതല്ല, ആദ്യമായിട്ട് കറക്റ്റ് ഉത്തരം ഈ ചാറ്റ് ബോക്സിൽ ഇടുക എന്നുള്ളത് തന്നെ ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ജഡ്ജിങ് ടീമില് നമ്മുടെ മെന്റേഴ്സും ഫാക്കൽറ്റീസും ഒക്കെ ആയിട്ടുള്ള ഇപ്പം അശോക് സർ ഉണ്ട്, വാണി മാം ഉണ്ട്, ശരണ്യ മാമും മുബീന മാം, അതുപോലെ തന്നെ അവരെ ഹെൽപ്പ് ചെയ്യാൻ സ്നേഹ മാമും നെസ്ല മാമും ഉണ്ട്. ഇത്രയും ജഡ്ജസ് ടീം നമുക്കുണ്ട്. അപ്പൊ അവർ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ നോക്കി പറയുന്നതായിരിക്കും. പിന്നെ ഒന്നുകൂടി റിമൈൻഡ് ചെയ്യാണ്, നിങ്ങൾ ഫസ്റ്റ് ഒരു ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത് നിങ്ങൾ വീണ്ടും ആൻസർ മാറ്റി പറയത്, കാരണം അത് നമ്മൾ കൺസിഡർ ചെയ്യില്ല എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യും. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. ഈസി ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഒന്ന് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കീനായിട്ട് നിങ്ങൾ കേൾക്കുക ഓരോ ചോദ്യങ്ങളും. അത് ചോദ്യം ഫുള്ളാക്കുന്നതിന് മുന്നേ ആയിട്ട് ഉത്തരം പറയുന്നില്ല, അപ്പോൾ ചിലപ്പോൾ അത് തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് ചോദ്യങ്ങൾ നിങ്ങൾ കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം ആൻസർ ചെയ്യുക. പക്ഷെ അത് ഏറ്റവും ക്വിക്കായിട്ട് ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇത്രയും പേരുണ്ട്, ഏകദേശം നമുക്കിപ്പോൾ ഒരു 270 to 300 അടുത്ത് പാർട്ടിസിപ്പൻസ് ഉണ്ട്. അപ്പൊ അത്രയും പേരുള്ളത് കൊണ്ട് തന്നെ ക്വിക്കായി പറയാന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഫസ്റ്റ് റൗണ്ട് എ ആണ്. അപ്പൊ ഇതിൽ കുറച്ച് ഇമോജീസും കുറച്ച് പിക്ചേഴ്സ് ഒക്കെ കാണിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഹിൻസ് തന്നിട്ടുള്ള ഒരു റൗണ്ടാണ്. അപ്പൊ ആ ഹിൻസ് റിലേറ്റഡ് ആയി, അപ്പൊ അതിനെ കുറിച്ച് ഹിൻസിനെ കുറിച്ച് ഞാൻ ചെറിയ ഡീറ്റെയിലും തരുന്നതാണ്. അപ്പൊ ആ ഹിൻസ് നിങ്ങൾ നോക്കിയിട്ട് അതിന്റെ ഉത്തരം പറയുക എന്നുള്ളതാണ് നിങ്ങളുടെ ടാസ്ക് വരുന്നത്. അപ്പൊ ആ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് നേരെ ചോദ്യത്തിലോട്ട് കടക്കാം. സോ ഹിയർ വി ഗോസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ ഒരു ഹിന്റ് കാണാം.
ഒരു ടൈഗർ, ഒരു ട്രീ, പിന്നെ ഒരു ഷീൽഡ് 1973. ഇത് നിങ്ങൾ ലിങ്ക് ചെയ്തിട്ട് ഇതിന്റെ ഉത്തരം പറയണം. അപ്പൊ ഇതിലൊരു 1973, ഞാനൊരു ഫസ്റ്റ് ഒരു ക്ലൂ തരാം. ഇതൊരു ആക്ട് ആണ്, ഒരു നിയമമാണിത്, അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് ആണ്. നിയമം എന്ന് പറയാൻ പറ്റില്ല. 1973 വന്നിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ്. അതിന്റെ ബേസിസിൽ നമുക്കൊരു നിയമമൊക്കെ വന്നിട്ടുണ്ട്. ഒരു പ്രൊജക്റ്റ് ആണ്. യാ, ആൻസേഴ്സ് വന്നു തുടങ്ങുന്നുണ്ട്. യെസ് 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 ഒരുപാട് ആൻസേഴ്സ് വരുന്നുണ്ട്. പ്രൊജക്ട് ടൈഗർ പറയുന്നുണ്ട്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് വരുന്നത്, അതാണ് നിയമം. ആൻഡ് ആ ഒരു പ്രൊജക്റ്റ് ആണ് നമ്മളിവിടെ പറയേണ്ടത്. യെസ് യെസ് പ്രൊജക്ട് ടൈഗർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ഒരുപാട് പേര് ആൻസേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞിട്ടുള്ളത് എനിക്ക് തോന്നുന്നു രേഷ്മയാണെന്ന് തോന്നുന്നു. പിന്നെ നാഫിയ പറഞ്ഞു, ഭവ്യ. അങ്ങനെ 3 പേര് ഞാനിപ്പം ജസ്റ്റ് നോട്ട് ചെയ്തതിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. അപ്പം ഫസ്റ്റ് ആൻസർ പ്രൊജക്ട് ടൈഗർ ആണ്. അപ്പൊ 1973 ഒരു ആക്ട് ആണ്, ഒരു പ്രൊജക്റ്റ് ആണ് എന്ന് പറഞ്ഞപ്പം ഏകദേശം എല്ലാവർക്കും ആ ഒരു ക്ലൂ കിട്ടിയെന്ന് വിചാരിക്കുന്നു. എനിവേ, കൺഗ്രാറ്റുലേഷൻസ്. വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ അത് ആൻസർ ചെയ്തു. അത്യാവശ്യം ഒരു മീഡിയം ടു ടഫ് ലെവൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. കാരണം ഇമോജീസ് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി അത് കോംപ്രിഹെൻഡ് ചെയ്ത് പറയാന്ന് പറയുന്നത് അത്യാവശ്യം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, സോ നമ്മുടെ ജഡ്ജസ് നോട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ മൂവ് ചെയ്യാണ്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യാ, നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റും ഒരു ഇമോജി, ഒരു ബ്രെയിൻ, ഒരു ഡോക്യുമെന്റ്, ഒരു ലോക്ക് അൺലോക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ 2005 ഒരു ഗവർണൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സിറ്റിസൺസിനെ എംപവർ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. കറക്റ്റ് ആയിട്ട് ആ ഒരു ആക്ട് പറയാന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. യാ, ഉത്തരങ്ങൾ വന്നുകൊണ്ട് ഒന്ന് തുടങ്ങിയിട്ടുണ്ട്. യാ, വെരി ഗുഡ്, വെരി ഗുഡ്. യാ, പലരും ഉത്തരങ്ങൾ പറയുന്നുണ്ട്. യെസ് യെസ് ഗ്രേറ്റ് ഗ്രേറ്റ്. ഞാൻ കൂടുതൽ ഇതിൽ പറയുന്നില്ല, നേരെ നമുക്ക് ഉത്തരത്തിലോട്ട് തന്നെ പോവാം. യെസ്, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005. അപ്പൊ ഇതിൽ ഫസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് എനിക്ക് തോന്നുന്നു അജയ് AJ ആണെന്ന് തോന്നുന്നു. ഇൻഫർമേഷൻ ആക്ട് കറക്റ്റ് ആണ്. RTI അല്ലെങ്കിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്ന് പറഞ്ഞാലും ശരിയാണ്. ഇൻഫർമേഷൻ ആക്ടും നമുക്ക് കണക്കാക്കാം. RTI, യെസ്. അഖിൽ രണ്ടാമത് പറഞ്ഞിട്ടുണ്ട്. നാഫിയ, ദെൻ റിസാന KP, ഇൻഫർമേഷൻ ആക്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. യാ, എല്ലാം കറക്റ്റ് ആണ്. ഇൻഫർമേഷൻ ആക്ട് ആൻഡ് RTI രണ്ടും നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ഇത് തന്നെയാണ്. ഓക്കെ, ഒരു സ്മൈലി ചിത്രമുണ്ട്, ഒരാളെ ധ്യാനത്തിലിരിക്കുന്ന ഒരു ചിത്രമുണ്ട്. 1974 ഒരു എക്സ്പ്ലോഷൻ റിലേറ്റഡ് ആയിട്ട്, ന്യൂക്ലിയർ ടെസ്റ്റ് റിലേറ്റഡ് ആണ്. അപ്പൊ അതിന്റെ ആ കോഡ് നെയിം ആണ് നിങ്ങൾ പറയേണ്ടത്. കോഡ് നെയിം ആണ്, എല്ലാവരും ശ്രദ്ധിക്കുക. ബോംബ് കാര്യങ്ങളൊന്നുമല്ല, അതിന്റെ കോഡ് നെയിം ആണ് നിങ്ങൾ പറയേണ്ടത്. അതാണ് നിങ്ങൾ ഇവിടെ കറക്റ്റ് ആയിട്ട് പറയേണ്ടത്. എന്താണ് കോഡ് നെയിം എന്നുള്ളതാണ് പറയേണ്ടത്. യാ, ഒരുപാട് ഉത്തരങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇതിൽ ഫസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ജ്യോതി ശങ്കറാന്ന് തോന്നുന്നു. സ്മൈലിംഗ് ബുദ്ധ, യെസ്, ദാറ്റ്സ് ദ കറക്റ്റ് ആൻസർ. സ്മൈലിംഗ് ബുദ്ധ അല്ലെങ്കിൽ പൊക്രാൻ 1 എന്ന് പറഞ്ഞാലും നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ ഇതിൽ ഫസ്റ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞിട്ടുള്ളത് ജ്യോതി ശങ്കറാണ്. സ്മൈലിംഗ് ബുദ്ധ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ന്യൂക്ലിയർ ടെസ്റ്റ് എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. സ്മൈലിംഗ് ബുദ്ധ അല്ലെങ്കിൽ പൊക്രാൻ 1 എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. സ്മൈലിംഗ് ബുദ്ധയാണ് കറക്റ്റ്. സ്മൈലിനെ നമ്മൾ ഡീകോഡ് ചെയ്യുകയാണെങ്കിൽ സ്മൈലിംഗ് ബുദ്ധ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. എനിക്ക് തോന്നുന്നു അതിന് ശേഷം പറഞ്ഞിട്ടുള്ളത്, ഫസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ജ്യോതി ശങ്കർ, അതിന് ശേഷം പിന്നെ കറക്റ്റ് ആയിട്ടുള്ള റിയ സാമുവൽ ആണ് സെക്കൻഡ് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് തേർഡ് കറക്റ്റ് ആയിട്ട് സ്മൈലിംഗ് ബുദ്ധ എന്ന് സ്പെസിഫിക്കലി പറഞ്ഞിട്ടുള്ള ഫാത്തിമത്ത് ഫിദ പറഞ്ഞിട്ടുണ്ട്, അപർണയും പറഞ്ഞിട്ടുണ്ട്. ബുദ്ധ സ്മൈലിംഗ്, ബുദ്ധ സ്മൈലിംഗ്, സ്മൈലിംഗ് ബുദ്ധ, രണ്ട് കുഴപ്പമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ആയാലും കുഴപ്പമില്ല. പൊക്രാൻ 1 എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാലേ നമുക്ക് അത് കണക്കാക്കാൻ പറ്റുള്ളൂ. കാരണം പൊക്രാൻ 1 ഉണ്ട്, പൊക്രാൻ 2 ഉണ്ട് അല്ലെ. 1974 പൊക്രാൻ 1 സംഭവിച്ചു. പൊക്രാൻ 2 1999 ആണെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ 2 ഉള്ളത് കൊണ്ട് നമുക്ക് അത് കറക്റ്റ് ആയിട്ട് സ്പെസിഫൈഡ് ആയിട്ട് പറയണം. കാരണം ഒരുപാട് പേര് സ്മൈലിംഗ് ബുദ്ധ എന്നുള്ള സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പൊക്രാൻ 1 എന്നുള്ളത് ഉണ്ടെങ്കിൽ നമുക്കത് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സ്മൈലിംഗ് ബുദ്ധ 1974. യെസ്, ബുദ്ധൻ ചിരിക്കുന്നു, യെസ്, ദാറ്റ്സ് മലയാളം ട്രാൻസ്ലേഷനും പരിഗണിക്കാവുന്നതാണ്. അപ്പൊ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ജഡ്ജസ് ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള ഇനീഷ്യൽ കുറച്ച് പേര് നോട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ,
അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് റെഡിയാണ് എല്ലാവരും? ഇത് കുറച്ചൊരു ട്രിക്കി ആയിട്ടുള്ള ചോദ്യമാണ്. ഇവിടെ ഒരു അമെന്റ്മെന്റ് ആണ് നിങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെയുള്ള ഒരു അമെന്റ്മെന്റ് എന്ന് പറയുന്നത് 21 അത് 18 യൂത്ത് എന്ന് പറയുന്നുണ്ട്. നമ്മുടെ വോട്ടെടുപ്പുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഒരു അമെന്റ്മെന്റ് ആണ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞത്. ഏത് അമെന്റ്മെന്റ് ആണ്, നമ്പർ ആണ് നിങ്ങൾ പറയേണ്ടത്. അപ്പം കുറച്ചുകൂടി ക്ലൂ വേണമെങ്കിൽ തരാം. നമ്മുടെ വോട്ടവകാശം 21 വയസ്സിൽ നിന്ന് 18 വയസ്സാക്കിയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആണ് നിങ്ങൾ പറയേണ്ടത്. അതാണ് ഇതിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞിട്ടുള്ളത്, നമുക്ക് എന്തായാലും ഉത്തരത്തിലോട്ട് പോവാം. ഓക്കെ, ഒരുപാട് പേരെ ആൻസർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദ ആൻസർ ഇസ് 61st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്. ഓക്കെ, അപ്പൊ അത് ഫസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ആർച്ച മനോജാന്ന് തോന്നുന്നു ഫസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. പലരും അതിന് മുന്നേ ഒരു അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു വക്കീല്, പക്ഷെ അത് 9th അല്ല 61 ആണ്. 61st അമെന്റ്മെന്റ് ആണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആണ് വരുന്നത്. അതിനുശേഷം പറഞ്ഞിട്ടുള്ളത് ജ്യോതി ശങ്കർ ആണ്. പിന്നെ പറഞ്ഞിട്ടുള്ളത് ആൽഫിയ, ദെൻ അജയ് എജെ, ദെൻ നസീന സിയാദ്. ആദ്യത്തെ ഒരു 5 പേരെ ഞാൻ വായിച്ചിട്ടുണ്ട്. അതാണ് എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. ജഡ്ജസ് നോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇപ്പൊ ഏകദേശം മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് ഇത് കുറച്ചൊരു ടഫ് ആയിട്ടുള്ള ചോദ്യമാണ്. സ്പെസിഫിക് ആയിട്ടുള്ള ആ ഒരു അമെന്റ്മെന്റ് പറയാന്നുള്ളത് കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യം തന്നെയായിരുന്നു. പക്ഷേ നിങ്ങൾ ഒരുപാട് പേര് ആൻസേഴ്സ് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. സോ നമുക്ക് റൗണ്ട് എയില് ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യനും ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ഇതൊരു ടാക്സിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. നമ്മുടെ ബോർഡേഴ്സിനൊക്കെ ഇല്ലാണ്ടാക്കുന്ന ഒരു സിംഗിൾ റുപ്പി സിമ്പിൾ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ആക്ട് ആണ്. ആ ഒരു ആക്ട് നമ്മുടെ രാജ്യത്തെ മൊത്തം യൂണിഫൈ ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. ആ ഒരു ആക്ടിന്റെ പേരാണ് പറയേണ്ടത്. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഒരുപാട് പേര് ആൻസേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യം ചെയ്തിട്ടുള്ള ആള് എനിക്ക് തോന്നുന്നു ഫിജോ ആണെന്ന് തോന്നുന്നു. ഫിജോ, ദെൻ കംസ് ജ്യോതി, ദെൻ നസീന, ദെൻ ഐഷ, ആൽഫിയ ആൻഡ് ഷിറിൻ. ഇത്രയും പേര് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. GST ആണ്, ഗുഡ്സ് ആൻഡ് സർവീസ് ആക്ട് ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അതാണ് നമ്മുടെ ഇൻഡയറക്ട് വാറ്റ് ആയിരുന്നു മുന്നേ ഉണ്ടായിരുന്നത്, വാല്യൂ ആഡഡ് ടാക്സ് ആയിരുന്നു. ഓരോ സ്റ്റേറ്റിനും ഡിഫറെന്റ് വാറ്റ്സ് ആയിരുന്നു. അത് മാറ്റിയിട്ട് ഇപ്പം GST ആയിട്ടുണ്ട്. GST പലപ്പോഴും അതിന് ഭയങ്കര ക്രിറ്റിസിസം ഒക്കെ വരാറുണ്ട്. പലർക്കും അതൊരു ഒരു നല്ലൊരു കാര്യമാണ്. ചിലർക്ക് അത് ഭയങ്കര ശാപമായിട്ടും പറയാറുണ്ട്. നമ്മൾ പല സാധനങ്ങൾ വാങ്ങുമ്പോഴും ചിലതിനൊക്കെ വലിയ റേറ്റ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അല്ലെ? ഓക്കെ, സോ അങ്ങനെ നമ്മൾ റൗണ്ട് എ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഏകദേശം 5 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, റൗണ്ട് ബിയിലെ ഇതും ഇതുപോലെ തന്നെയാണ്. അപ്പം ഇതിലെ നമ്മൾ കുറച്ച് ഇമേജസ് കാണിക്കും. ആ ഇമേജസ് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ക്വസ്റ്റ്യൻ ഫോളോഡ് ബൈ ഒരു ഇമേജ് ആയിരിക്കും. അതിന്റെ ക്വസ്റ്റ്യനും ഇമേജും കൂടി റിലേറ്റ് ചെയ്തിട്ട് അതിന് ആൻസർ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. വിഷ്വൽ തന്നെയാണ്, ഇമേജസ് ആയിരിക്കും ഇതിൽ വരുന്നുണ്ടാവുക. കഴിഞ്ഞ ഇതിൽ നമ്മൾ അധികവും ഇമോജീസും ക്ലൂസ് കാര്യങ്ങളൊക്കെ തന്നിട്ടായിരുന്നു. ഇതും അതുപോലെ തന്നെ വേറൊരു കുറച്ചുകൂടി എൻഹാൻസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് വരുന്നിട്ടുള്ളത്. കുറച്ചുകൂടി ഇമേജസും ഒരു അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യവും കൂടി ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, സോ ഇതിലെ ഇമേജസ് വരുന്നത് ഇതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ഇമേജസ് കാണാം. ക്വസ്റ്റ്യൻ വന്നിട്ടില്ല കേട്ടോ, ആരും ചാടിക്കേറി ആൻസർ ചെയ്യല്ല. അപ്പം ഇതിന്റെ ഒരു ഇന്റർഫേസ് എന്താണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഫോൺ പേ, ഗൂഗിൾ പേ, പേടിഎം ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ഭീം യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ എൻലെസ് ടൈപ്പ് ഓഫ് നിങ്ങൾ പേയ്മെന്റ് ഓപ്ഷൻസ് അല്ലെങ്കിൽ ഇന്റർഫേസസ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ഏത് ഇന്റർഫേസ് യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഒരുപാട് പേര് ആൻസർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ ആദ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്, അപ്പൊ ആദ്യം ഉത്തരം എന്താ നോക്കാം. UPI ആണ്, യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് തന്നെയാണ്. അപ്പം 2016 ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ബാങ്ക് ടു ബാങ്ക് ഡിജിറ്റൽ പേയ്മെന്റ്സിന് വേണ്ടിയിട്ട് ഈ ഒരു UPI ഇന്റർഫേസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഗൂഗിൾ പേയും ഫോൺ പേയും മറ്റ് പേടിഎം ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് അൻഷാസ് ആണ്, അൻഷാസ് മുഹമ്മദ്. സെക്കൻഡ് പറഞ്ഞിട്ടുള്ളത് റിസാനയാണ്. ദെൻ ആൽഫിയ പറഞ്ഞു, UPI എന്ന് പറഞ്ഞു.
ഫാത്തിമ ഷഹ്മ പറഞ്ഞിട്ടുണ്ട് ബികോം ജിയിൽ. യെസ്, വെരി ഗുഡ്. കറക്റ്റ് ആയിട്ട് ആ ഒരു ഗൈഡ് ലൈൻ ഫോളോ ചെയ്തിട്ട് വന്നിട്ടുള്ള ലേണറാണ് ഫാത്തിമ ഷഹ്മ. ബികോം ജി എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ പറഞ്ഞിട്ടുള്ളത് സാലിയ വന്നിട്ടുണ്ട്. പിന്നെ അനാമിക MA ഹിസ്റ്ററി. കറക്റ്റ് ആയിട്ട് അവരൊക്കെ പ്രത്യേകം ഒരു അഭിനന്ദനം അർഹിക്കുന്നതാണ്. നമ്മുടെ ആ ഒരു ഇൻസ്ട്രക്ഷൻ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തതിന് ഫാത്തിമ ഷഹ്മയും അനാമികയും പ്രത്യേകം കൺഗ്രാലേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം ഒരുപാട് പേര് ആൻസേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ജഡ്ജസ് നോട്ട് ചെയ്തിട്ടെന്ന് വിചാരിക്കുന്നു. ആദ്യം പറഞ്ഞിട്ടുള്ള നെയിംസ് നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് റെഡി ആണെങ്കിൽ ഒന്ന് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. റൗണ്ട് ബിയിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോകുന്നുണ്ട്. ഇതൊരു അമെന്റ്മെന്റ് ആണ്. ഇതിന് നിങ്ങൾ പറയേണ്ടത് 11th ഷെഡ്യൂൾ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് വഴിയാണ് വന്നിട്ടുള്ളത്. ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആണ് എന്നുള്ളതാണ് നിങ്ങൾ പറയേണ്ടത്. ഓക്കെ, അതൊരു നമ്പർ ആണ്. നമ്മൾ നേരത്തെ വോട്ടിംഗ് ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് പഞ്ചായത്തി രാജ് റിലേറ്റഡ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. ഓക്കെ, ഒരുപാട് പേര് ആൻസേഴ്സ് പറഞ്ഞിട്ടുണ്ട്. യെസ്, വെരി ഗുഡ്. ഡിഫറെന്റ് ആയിട്ടുള്ള ആൻസർ ഉണ്ട്. കറക്റ്റ് ആയിട്ട് ഇതിൽ ഫസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് നസീന സിയാദ് ആണെന്ന് തോന്നുന്നു. ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് 73rd. അപ്പൊ ഉത്തരം കണ്ടത് 73rd കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആണ്. അജയ് പറഞ്ഞിട്ടുണ്ടോ? കറക്റ്റ് ആയിട്ട് ആദ്യം പറയുന്ന ആദ്യം 3 പേര് 4 പേര് ആരായിരിക്കും എന്നുള്ളത് മാത്രമാണ് അതിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അത്യാവശ്യം ഒരുപാട് സ്കൂൾ ലെവലിലും മറ്റും നിങ്ങളുടെ നാട്ടിലൊക്കെ ക്ലബ്ബുകളൊക്കെ നടത്തുന്ന ക്വിസ് പ്രോഗ്രാമിലൊക്കെ വളരെ ഭയങ്കര കോൺസ്റ്റന്റ് ആയിട്ട് വരുന്ന ചോദ്യമാണ് പഞ്ചായത്തി രാജ് റിലേറ്റഡ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് എന്നുള്ളത്. ഇനിയിപ്പം ഈ വർഷം പഞ്ചായത്ത് ഇലക്ഷൻ ഒക്കെ നടക്കാൻ പോകുന്നത് കൊണ്ട് തന്നെ പത്രങ്ങളിലൊക്കെ ഒരുപാട് പേര് വായിച്ചിട്ടുണ്ടാവും. ഇതൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ബോംബെ സെഷൻ ഡു ഓർ ഡൈ എന്നൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്വതന്ത്ര ഇതിലെ ഒരു മൂവ്മെന്റ് ആണ്. ഇത് ഏത് മൂവ്മെന്റ് ആണ് എന്നുള്ളതാണ് പറയേണ്ടത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഡു ഓർ ഡൈ എന്നുള്ളത് തന്നെ പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ്. ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള സ്വാതന്ത്ര്യ കിട്ടുന്നതിന് മുന്നേ ഉള്ള ഏറ്റവും വലിയ ബഹുജന മുന്നേറ്റമായിരുന്നു ഈ ഒരു മുന്നേറ്റം അല്ലെങ്കിൽ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഇതേത് മൂവ്മെന്റ് ആണ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്യേണ്ടത്. ഒരുപാട് പേര് പറഞ്ഞു 1942 ആണെന്നുള്ളത് നിങ്ങൾക്കറിയാം. ഡു ഓർ ഡൈ എന്നുള്ളത് ഗാന്ധിജി കോയിൻ ചെയ്ത ഒരു സംഭവമാണ്. ബോംബെ സെഷനിലായിരുന്നു അത് അതിനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പൊ ഗാന്ധി നെയിം ചെയ്ത ഈ മൂവ്മെന്റിന്റെ പേരാണ്. ഒരുപാട് പേര് ആൻസേഴ്സ് പറഞ്ഞിട്ടുണ്ട്. യെസ്, വെരി ഗുഡ്. സിമ്പിൾ ആണ്. ആദ്യം ആര് പറയും എന്നുള്ളത് തന്നെയാണ്. യെസ്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ആണ് വന്നിട്ടുള്ളത്. ഇതിൽ ആദ്യം പറഞ്ഞിട്ടുള്ളത് ഞാൻ ജസ്റ്റ് നോക്കാം. അനാമിക ബിജു MA ഹിസ്റ്ററി ആണ്. യെസ്, വെരി ഗുഡ്. അപ്പൊ ഇതൊരു മെഡലിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സിവിലിയൻ ഹോണറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ ഇതിൽ ദേവനാഗരി സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു മെഡലാണ്. അപ്പൊ ഈ ഒരു മെഡൽ സിവിലിയൻ അവാർഡിനെ നിങ്ങളൊന്ന് ഗസ് ചെയ്യാന്നുള്ളതാണ്. ഇതില് ജസ്റ്റ് ഇതിനൊരു കോമൺ നെയിമാണ് പറയേണ്ടത്. ഇതിന് കുറച്ചും കൂടി ഇതിനൊരു അവാർഡ് എന്ന് നമ്മൾ പറയും. ഓക്കെ, സ്പെസിഫിക് ആയിട്ടുള്ള അവാർഡ് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. ഇതിന് കോമൺ നെയിമാണ് പറയുന്നത്. ഒരുപാട് പേര് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള അവാർഡ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, കോമൺ ആയിട്ടുള്ളതാണ്. അപ്പൊ അത് ക്വസ്റ്റ്യൻ ഫുള്ള് ശ്രദ്ധിക്കണമായിരുന്നു. ഫോർ പെല്ലറ്റഡ് മെഡലിയൻ സ്ലോലി ക്ലിയർസ് ദേവനാഗരി സ്ക്രിപ്റ്റ്. ദേവനാഗരി അപ്പിയേഴ്സ് നെയിം ദ സിവിലിയൻ ഹോണർ ഫാമിലി. ആ ഒരു ഫാമിലിയാണ് ഇവിടെ ചോദ്യം. അത് ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഫാമിലിയാണ് നിങ്ങൾ പറയേണ്ടത്. സ്പെസിഫിക് ആയിട്ടുള്ള അതിൽ ഒരുപാട് അവാർഡ്സ് ഉണ്ട്. അതിലുള്ള സ്പെസിഫിക് അവാർഡ് അല്ല പറയേണ്ടത്, ആ ഫാമിലിയാണ് പറയേണ്ടത്. അപ്പൊ അങ്ങനെ വരുമ്പം ഇതിൽ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് റിയ സാമുവൽ എന്ന് തോന്നുന്നു. അല്ല പത്മ അവാർഡ് ഫസ്റ്റ് ആയിട്ട് പറഞ്ഞ നസിയ ആണ്. പത്മ അവാർഡ് എന്നുള്ളത് തന്നെയാണ് പറയേണ്ടത്. ഇതിൽ എല്ലാം ഇത് വരുന്നുണ്ട്. പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ഇതിൽ പത്മ ഫാമിലി എന്ന് പറയുമ്പോൾ പത്മ അവാർഡ്സ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരേണ്ടത്. കാരണം മറ്റത് ഭയങ്കര എളുപ്പമാണ്. കാരണം പലരും പറയും. അപ്പം ഈ ആൻസേഴ്സ് എല്ലാം വരുന്ന ഒരു ഫാമിലിയെ പറയുന്നത് പത്മ അവാർഡ്സ് എന്നുള്ളതാണ്. ഓക്കെ, എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യുന്നതിന് മുന്നേ അതിന്റെ ഞാനിപ്പോ അവിടെ 2 രീതിയിലുള്ള കാര്യം വരുന്നുണ്ടാവും. അപ്പം ഇതിൽ ആൻസർ ചെയ്യുന്നതിന് മുന്നേ ഇവിടെ ഇതെന്താന്നുള്ളതല്ല നിങ്ങൾ ചെയ്യേണ്ടത്, ആ ഒരു സബ്മിറ്റിനെയാണ് നിങ്ങൾ ഗസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ സബ്മിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ സബ്മിറ്റ് ഏതാണെന്നാണ് നിങ്ങൾ പറയേണ്ടത്.
അപ്പൊ അതില് ഇതിന്റെ ഇവിടെ കാണിച്ചിരിക്കുന്നത് വസുദൈവ കുടുംബകം എന്നാണ് ഒരു തീം ലൈനിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ അത് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല, ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ സബ്മിറ്റ് ഏതാണെന്നാ പറയുന്നത്, വസുദൈവ കുടുംബകം എന്നുള്ള ഒരു തീമില് ഇന്ത്യ പ്രിസൈഡ് ചെയ്തിട്ടുള്ള ഒരു സബ്മിറ്റ് ഉണ്ടായിരുന്നു. ആ സബ്മിറ്റ് ഏതാണെന്നുള്ളതാണ് നിങ്ങൾ ഗസ് ചെയ്യേണ്ടത്. യെസ് കറക്റ്റ് ആണ്. G20 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. യെസ്. സോ നമ്മുടെ റൗണ്ട് ബി ഇങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി റൗണ്ട് സി മുതൽ അഭയ് സാർ ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവാം. സോ അഭയ് സാർ വോട്ട് ചെയ്യും. അപ്പൊ എല്ലാവരും ഇപ്പം 2 റൗണ്ട് കഴിഞ്ഞ് എല്ലാവരും വളരെ എനർജിയിൽ ഇരിക്കുകയാണ്. സോ ഒട്ടും സമയം കളയാതെ നമുക്ക് റൗണ്ട് സിയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ ഇത് ആക്ച്വലി ഒരു ഇമേജ് ഉണ്ട് ഇതിന്റെ കൂടെ. ആ ഇമേജ് കൂടെ കണ്ടു കഴിഞ്ഞാലായിരിക്കും നിങ്ങൾക്ക് ചോദ്യം കുറച്ചുകൂടെ വ്യക്തമാവുക. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് പഞ്ചാബും ഹരിയാനയും ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ധാന്യങ്ങൾ ഉണ്ടാക്കുന്ന 2 സംസ്ഥാനങ്ങളായി മാറി എന്നുള്ളതാണ്. അപ്പൊ അതിന് സഹായിച്ച പല രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. ഹൈ ഈൽഡിങ് വെറൈറ്റി നമ്മുടെ സസ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഓക്കെ, അതിനോടകം തന്നെ ഉത്തരം വന്നിട്ടുണ്ട്. സോ ഞാൻ പറയുന്നത് ഇനി തൊട്ട് ഞാൻ ഇമേജ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഈ ഇമേജ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന ഉത്തരം പറയുക. ഇനി അതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ഞാൻ ഇടപെടുക കേട്ടോ. അപ്പൊ അനാമിക ഞാൻ തോന്നുന്നു ഫസ്റ്റ് ആൻസർ പറഞ്ഞത്. അനാമിക ആൻഡ് അപർണ രണ്ടുപേരും ആദ്യം തന്നെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഗ്രീൻ റവല്യൂഷൻ ആണ് ഇത്. നമ്മുടെ ഒരു ഇൻഡിപെൻഡന്റ് ആവുക എന്ന് പറയുമ്പോൾ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ധാന്യങ്ങളുടെ കാര്യത്തിൽ നമ്മൾ ഇൻഡിപെൻഡന്റ് ആക്കാൻ നമ്മൾ ഒരുപാട് സഹായിച്ച ഒരു ഇനിഷ്യേറ്റീവ് ആയിരുന്നു ഗ്രീൻ റവല്യൂഷൻ. സോ മൂവിങ് ഓൺ. ഓക്കെ, 1983 എന്നുള്ളതല്ല, ഏതായാലും നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു ഇവന്റ് ആക്ച്വലി നേടുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഗെയിമിൽ ഈ ഒരു പ്രധാനപ്പെട്ട കപ്പ് നമ്മൾ ആദ്യമായിട്ടാണ് നേടിയത്. ഏതാണ് കപ്പ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഓൾറെഡി വന്നിട്ടുണ്ട്. റിയ സാമുവൽ ആണ് കറക്റ്റ് ആൻസർ വന്നിട്ടുള്ളത്. റിയയുടെ അടുത്ത് നിന്നാണ് ആദ്യം തന്നെ ആൻസർ വന്നിട്ടുള്ളത്. സോ 1983 ക്രിക്കറ്റ് വേൾഡ് കപ്പ്. അതിനു മുമ്പ് നമ്മൾ തീരെ ഫേവറേറ്റ്സ് ആയിരുന്നില്ല. ഇന്ത്യ എന്ന് പറയുന്നത് ആരും തന്നെ ഒരു കപ്പ് നേടുമെന്ന് ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ ചിന്തിച്ചിരുന്ന ഒരു ടീം പോലും അല്ല. സിനിമയൊക്കെ തന്നെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കപിൽ ദേവിന്റെ ക്യാപ്റ്റൻസിയിൽ നമ്മൾ നേടിയൊരു കപ്പാണ് ക്രിക്കറ്റ് വേൾഡ് കപ്പ്. അതിന് ശേഷം പിന്നെ നമ്മൾ പല വർഷങ്ങളിലായിട്ട് കപ്സ് ഒക്കെ തന്നെ നേടിയിട്ടുണ്ട്. പല ഗെയിംസിൽ നമ്മൾ ശോഭിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് വളരെ ഒരു ലാൻഡ്മാർക്ക് ആയിട്ടുള്ള ഒരു ഇവന്റ് ആയിരുന്നു നമ്മുടെ സ്പോർട്ടിംഗ് ഹിസ്റ്ററിയിൽ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു സിനിമയെ പറ്റിയാണ്. 1913 റിലീസ് ആയിട്ടുള്ള സിനിമയാണ്. അപ്പൊ ഈ സിനിമ 40 മിനിറ്റേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഇത് നമ്മുടെ സിനിമ ലാൻഡ്സ്കേപ്പിനെ തന്നെ മാറ്റിയ, രാജ്യത്തിന് ഒരുപാട് ഒന്നാം സ്ഥാനങ്ങളിലേക്ക് എത്തിച്ച സിനിമയിലേക്ക് വരുമ്പോൾ ഒരു പടമാണ്. അപ്പൊ ആദ്യം മുഴുനീള ചിത്രമായി കണക്കാക്കുന്ന ഒരു പടമാണ്. പോരാത്തതിന് ഇന്ത്യൻ സിനിമയുടെ പിതാവായിട്ടുള്ള ദാദാസാബ് ഫാൽക്കെയാണ് ഈ ഒരു പടം നിർമ്മിച്ചിട്ടുള്ളത്, സംവിധാനം ചെയ്തിട്ടുള്ളത്. ക്യാമറ അദ്ദേഹത്തിന്റെയാണ്, എഡിറ്റിംഗ് അദ്ദേഹത്തിന്റെയാണ്. അങ്ങനെ ഓൾ ഇൻ വൺ ആയിട്ട് അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു പടമാണിത്. സോ എന്താണ് പടത്തിന്റെ പേര് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ആദ്യത്തെ അപർണ RS പറഞ്ഞിട്ടുണ്ട്. അപർണ, ഫാത്തിമ എല്ലാം തന്നെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് ആൻസർ ആണ്. രാജ ഹരിശ്ചന്ദ്രയാണ് സിനിമ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അപ്പൊ ഇലക്ഷൻ സീസൺ ആണ്. അപ്പൊ അതില് ഒരു ചിത്രം നിങ്ങൾ കണക്കാക്കുക. അതായത് ഈ ഒരു സമയത്ത് പ്രചരണം ചെയ്യാൻ പാടില്ല. ഈ ഒരു സമയത്ത് പ്രചരണം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ഒരു നിയമപ്രകാരമാണ്. അങ്ങനെയുള്ള ഒരു ഇൻവിസിബിൾ റൂൾ ബുക്ക് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഇലക്ഷൻ സംബന്ധിച്ചുള്ള ഒരു ചോദ്യമാണ്. ഇന്ന രീതിയിലുള്ള പ്രചരണം പാടില്ല എന്ന് പറയുന്ന ഇൻവിസിബിൾ ആയിട്ടുള്ള ഇലക്ഷൻ റൂൾ ബുക്കിന്റെ പേരെന്താണെന്നുള്ളതാണ് ചോദ്യം. ഫാത്തിമത്തുൽ ഫിദ കറക്റ്റ് ആൻസർ ആണ്. ഫിദയുടേത് കറക്റ്റ് ആൻസർ ആണ്. നസീന കറക്റ്റ് ആൻസർ ആണ്. ഒരുപാട് ആൾക്കാർ കറക്റ്റ് ആൻസർ പറയുന്നുണ്ട്. ഇമേജിന്റെ ഒന്നും തന്നെ ആവശ്യം വേണ്ടി വന്നിട്ടില്ല. മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. നമ്മുടെ പെരുമാറ്റച്ചട്ടം എല്ലാം തന്നെ തീരുമാനിക്കുന്ന ഇലക്ഷൻ ആയി കഴിഞ്ഞാൽ ഇപ്പൊ നിശബ്ദ പ്രചരണം എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് അറിയാം. നമുക്കത് ഒരിക്കലും ലൗഡ് സ്പീക്കേഴ്സ് ഒന്നും തന്നെ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പൊ ഇലക്ഷനെ വളരെയധികം ഫെയർ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു ഗൈഡ് ലൈൻ ആണ് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് എന്നുള്ളത് നമുക്ക് പറയാം. മാതൃക പെരുമാറ്റച്ചട്ടം. ഇതുപോലത്തെ ചോദ്യങ്ങളാണ് ഇനിയും വരാനുള്ളത്. ഇത് കൂടാതെ ഇനി ഓഡിയോ വെച്ചിട്ടും അതുപോലെ തന്നെ വീഡിയോ വെച്ചിട്ടുള്ള ചോദ്യങ്ങളും വരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക. അതുകൂടാതെ ഹിൻസ് തന്നുകൊണ്ട് നിങ്ങൾക്ക് ഓരോരോ ക്ലൂ ആയിട്ട് പറഞ്ഞു തരും. ആദ്യ ക്ലൂന്ന് തന്നെ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ല കാര്യം. ഇനി അതല്ലെങ്കിൽ രണ്ടാമത്തെ ക്ലൂയിലേക്ക് നമ്മൾ കിടക്കും. ഇനി അതിൽ കിട്ടിയിട്ടില്ലെങ്കിൽ മൂന്നാമത്തെ ക്ലൂയിലേക്ക് കിടക്കും. ഇനി അതും കിട്ടിയിട്ടില്ലെങ്കിൽ നാലാമത്തെ ക്ലൂയിലേക്ക് കിടക്കുന്ന രീതിയിലുള്ള ഒരു റൗണ്ട് ആണ് തൊട്ടടുത്ത് നമ്മൾ വെച്ചിരിക്കുന്നത്. സോ അതൊക്കെ തന്നെ വളരെ രസകരമായിട്ടുള്ള റൗണ്ട്സ് ആണ്. എല്ലാവരും തന്നെ എന്തായാലും ആ ഒരു റൗണ്ടൊക്കെ എനിക്ക് തോന്നുന്നു ക്വിസിലൊക്കെ സ്ഥിരമായി പോകുന്നവരല്ലാതെ ഒരു പക്ഷേ നിങ്ങളൊക്കെ തന്നെ പലതരം ക്വിസിലൊക്കെ തന്നെ പങ്കെടുത്തുള്ളവരായിരിക്കും. എന്നിരുന്നാലും ഇതില് പൊതുവെ ഒരു പുതുമ നൽകുന്ന ഒരു റൗണ്ടാണ്. അപ്പൊ എത്ര ക്ലൂവിലാണ് നിങ്ങൾക്ക് പറയാൻ സാധിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് കേട്ടോ.
അടുത്തൊരു ചോദ്യമാണ്, ഒരു ചെറിയൊരു വില്ലേജിൽ ഒരു മീറ്റിംഗ് കൂടി മിൽക്ക് എന്നുള്ള ഒരു കാര്യം, പാൽ എന്നുള്ള ഒരു കാര്യം എല്ലാ രീതിയും നോക്കുകയാണെങ്കിലും അതിന്റെ ഒരു ഉൽപാദനം വിപ്ലവത്തിലേക്ക് നയിച്ച ഒരു വ്യക്തി ആരാണെന്നുള്ളതാണ് ചോദ്യം. ഇത് ഇത്രയും ക്ലൂവിൽ തന്നെ വ്യക്തിയുടെ പേരാണ് വേണ്ടത്. നസീനയാണ് കറക്റ്റ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. നസീന സിയാദാണ് ആദ്യം തന്നെ കറക്റ്റ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ആ ഒരു കമ്പനിയെ പറ്റിയാണ് പറയുന്നത്, പക്ഷെ അതിന് കാരണക്കാരനായ വ്യക്തിയാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ചോദ്യം പൂർത്തിയാക്കുമ്പോഴേക്കും ഉത്തരങ്ങൾ വന്നു തുടങ്ങി. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് വർഗീസ് കുര്യൻ ആണ്. ഇന്ത്യയുടെ ധവള വിപ്ലവം അതിന് ചുക്കാൻ പിടിച്ചത് വർഗീസ് കുര്യനാണ് നമുക്ക് പറയാം. സോ ഇതോടുകൂടി നമ്മളുടെ റൗണ്ട് സി കഴിയാണ്. റൗണ്ട് ഡി എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ റൗണ്ടാണ്, ഹിൻസ് യൂസ് ചെയ്ത് പറയേണ്ട റൗണ്ടാണ്. ആദ്യത്തെ ഹിന്റ് ഇതാ, എനിക്ക് 182 മീറ്റർ ഉയരമുള്ള ഒരു സ്റ്റാച്യു, ഒരു പ്രതിമ നർമ്മദയുടെ തീരത്തുണ്ട് എന്നുള്ളതാണ് ആദ്യത്തെ ക്ലൂ. അനുപ്രിയ റൈറ്റ് ആൻസർ ആണ്. ആദ്യത്തെ ക്ലൂവിൽ തന്നെ ഉത്തരം കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ ക്ലൂ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പേര് അയൺ മാൻ ഓഫ് ഇന്ത്യ എന്നുള്ളത് തന്നെയാണ്. ആദ്യ ഹോം മിനിസ്റ്റർ ആയിട്ട് അദ്ദേഹം ഇന്ത്യയുടെ ആദ്യത്തെ ഹോം മിനിസ്റ്റർ ആയിരുന്നു. അടുത്ത ക്ലൂ, പെനിൻസുലർ സ്റ്റേറ്റ്സിന്റെ ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്സഷൻ വഴി അത് ഇന്ത്യയുമായിട്ട് യൂണിഫൈ ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിച്ചത് അദ്ദേഹം സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. ആർക്കിടെക്ട് ഓഫ് യുണൈറ്റഡ് ഇന്ത്യ എന്നറിയപ്പെടുന്നു ഇദ്ദേഹം തന്നെയാണ്. സോ അനുപ്രിയാണ് ഫസ്റ്റ് ആൻസർ പറഞ്ഞിട്ടുള്ളത്. റൈറ്റ് ആൻസർ സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. Born in Haryana in 1997, I once threw stones at fruit trees എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ജനനം ഹരിയാനയിലായിരുന്നു. അയ്യോ, അത് വല്ലാത്തൊരു ആൻസർ ആയിപ്പോയി. ഫിദ, ആൽഫി എല്ലാവരും കറക്റ്റ് ഉത്തരത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇത്ര പെട്ടെന്ന് പറയുന്നുള്ള സത്യം ഞാൻ വിചാരിച്ചിരുന്നില്ല. കാരണം ആകെ ഒരു ക്ലൂവേ കിട്ടിയിട്ടുള്ളൂ. 1997 ജനനം, ഹരിയാനയിലാണ് ജനിച്ചത്. ആണെങ്കിൽ കല്ലെറിയും, അല്ലെങ്കിൽ മാവിന് കല്ലെറിയും എന്നൊക്കെ പറയുമ്പോഴും എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതൊന്ന് ഉത്തരത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ പ്രിറ്റി ഗ്രേറ്റ്. അത് വളരെ പെട്ടെന്ന് തന്നെ ഉത്തരം പറയാൻ സാധിച്ചു. എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. സത്യം പറഞ്ഞാൽ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല ഇത്ര പെട്ടെന്ന് ഒരു ക്ലൂവിൽ നിന്ന് ഉത്തരം കണ്ടെത്തുന്നുള്ളത്. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ ഇത്രയും എനിക്കൊന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പേ തന്നെ ഉത്തരങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും കറക്റ്റ് ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇതിലെല്ലാവരും കറക്റ്റ് ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. അതെ, എല്ലാവരും കറക്റ്റ് ഉത്തരം പറഞ്ഞിട്ടുള്ളത്. ഒരാളുടെ പോലും ഉത്തരം തെറ്റിയിട്ടില്ല എന്നുള്ളതും വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. സോ അടുത്ത ക്ലൂസിലേക്ക് നമുക്കൊന്ന് കൃഷി പോവാം. 2016 വേൾഡ് ജൂനിയർ ടൈറ്റിൽ കരസ്ഥമാക്കി. അതുപോലെ തന്നെ ഇന്ത്യയുടെ ജാവലിൻ റെക്കോർഡ് ആയിട്ടുള്ള 88 മീറ്റർ കടന്നിട്ടുള്ള വളരെ ചുരുക്കം, അല്ലെങ്കിൽ കടന്നിട്ടുള്ള ഏക വ്യക്തി തന്നെയാണ് ഇദ്ദേഹം. ടോക്കിയോ ഒളിമ്പിക്സിൽ 86.65 ആയിരുന്നു അവിടുത്തെ ഏറ്റവും ടോപ്പ് പ്രോ. അത് അദ്ദേഹത്തിന്റെ പേരിലാണ്. അത് കൂടാതെ 87.58 ഇന്ത്യക്ക് ആദ്യ അത്ലറ്റിക്സ് ഒളിമ്പിക് ഗോൾഡ് മെഡൽ കൊണ്ടു തന്നതും ഇദ്ദേഹമാണ്. ഇതൊക്കെ അദ്ദേഹത്തെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. കാരണം ഓൾറെഡി ഉത്തരം നിങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. നീരജ് ചോപ്രയാണ് റൈറ്റ് ആൻസർ. ആദ്യത്തെ ചോദ്യം തന്നെ, മണിപ്പൂരിലാണ് ജനനം, മാഗ്നിഫിസൻ എന്നുള്ളതാണ് എന്റെ തന്നെ എന്നെ എല്ലാവരും വിളിക്കാറുണ്ട്. എന്റെ വിളിപ്പേര് അങ്ങനെയാണ്. 6 വേൾഡ് അമേച്ചർ ടൈറ്റിൽസ് ആണ് എന്റെ പേരിലുള്ളത്. ഓൺലി വുമൺ ബോക്സർ ടു ഹാവ് 6 വേൾഡ് അമേച്ചർ ടൈറ്റിൽസ്. അപ്പൊ ഇത് രണ്ടാമത്തെ ക്ലൂവിൽ തന്നെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. റമി രാജനാണ് ആദ്യത്തെ ഉത്തരം പറഞ്ഞിട്ടുള്ളത്. റേവാൽ വിജയൻ രണ്ടാമത്തെ ഉത്തരം. റേവലാണെന്ന് തോന്നുന്നു. ജ്യോതി ശങ്കർ 3, അഫ്സ ഫൈസൽ 4, ആയിഷ കെ 5. എല്ലാവരും തന്നെ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുള്ളത്. സോറി, എല്ലാവരും തന്നെ കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞിട്ടുള്ളത്. റമി, റേവൽ, ജ്യോതി ശങ്കർ, അഫ്സ ഫൈസൽ, ആയിഷ കെ. ഇവരാണ് ആദ്യം തന്നെ ഉത്തരങ്ങൾ പറഞ്ഞിട്ടുള്ള 5 ആൾ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് 2012 ഒളിമ്പിക്സിൽ ഒരു ബ്രോൺസ് മെഡലും നമ്മളുടെ മേരി കോം കരസ്ഥമാക്കിയിരുന്നു. സോ ഉരുക്ക് മനുഷ്യനെ പറ്റി നമ്മൾ അപ്പുറത്ത് പറഞ്ഞപ്പം ഉരുക്ക് വനിത എന്നൊക്കെ തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വമാണ് മേരി കോം. ഏഷ്യൻ ഗെയിംസിലും അതുപോലെ തന്നെ കോമൺവെൽത്തിലും നമുക്ക് സ്വർണം നേടി തന്നിട്ടുള്ള ഒരു അത്ലീറ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാണ്. സിവിൽ സർവന്റ് വിത്ത് എ ലെഡ്ജർ ഫോർ നോയിസ്. ഇതൊന്ന് മനസ്സിലാക്കണമെന്നില്ല. അടുത്ത ക്ലൂവിലേക്ക് ഞാൻ വരാം. പോൾ എന്ന് പറയുമ്പോൾ, ഇലക്ഷൻ എന്ന് പറയുമ്പം പങ്കെടുക്കുന്ന ഓരോ പാർട്ടിക്കാർക്കും പേടി ഉണ്ടാക്കിയിട്ടുള്ള
പെരുമാറ്റത്തെ സംബന്ധിച്ചൊക്കെ തന്നെ കൃത്യമായി ഇലക്ഷൻ ചട്ടങ്ങൾക്ക് അനുസരിച്ച് ഇലക്ഷൻ നടക്കാൻ പ്രേരിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. 1990കളിൽ ഞാനായിരുന്നു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. 1990കളിൽ ഞാനായിരുന്നു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പോൾസിന് എന്റെ പേര് ചേർത്താണ് അവർ വിളിക്കാറ്. ആ ഒരു പോൾ അല്ലെങ്കിൽ ആ ഒരു ഇലക്ഷൻ ഈ രീതിയിലുള്ള ഒരു ഇലക്ഷൻ ആയിരുന്നു, അല്ലെ ഇദ്ദേഹത്തിന്റെ പേര് കൂട്ടിയാണ്, അതുപോലത്തെ ഒരു ഇലക്ഷൻ ആയിരുന്നു എന്നുള്ളതാണ് എല്ലാവരും സൂചിപ്പിക്കാറ്. മലയാളികൾക്കൊക്കെ തന്നെ വളരെ സുപരിചിതനായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. ആ ഒരു സമയത്ത് ഇലക്ഷൻ നടന്നിട്ട് എല്ലാവർക്കും ഇദ്ദേഹത്തെ അറിയാം. ഇപ്പോഴത്തെ സിഇസിയുടെ പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം കുറെ ആൾക്കാർക്കെങ്കിലും പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഇദ്ദേഹത്തെ എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ്. രമേശ് റൈറ്റ് ആൻസർ ആണ്. TN ശേഷം എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇദ്ദേഹം വന്നതോടുകൂടിയാണ് ഈ ഒരു മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ഒക്കെ തന്നെ എല്ലാവരും അറിയാനും അതിന്റെ ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനും തുടങ്ങിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അടുത്ത ചോദ്യം ഇതാണ്: എ സ്ലേറ്റ്, എ സാരി ആൻഡ് എ സ്റ്റോം ഓഫ് സ്റ്റോൺസ്. വിദ്യാഭ്യാസത്തെ പറ്റിയാണ് പറയുന്നത്. ഒരു വനിതയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഹിഡേവാഡ പൂനെയിലെ ഒരു സ്ഥലമാണ്. ആദ്യത്തെ ഗേൾസ് സ്കൂൾ, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഗേൾസ് സ്കൂൾ, ലോകത്തിലെ തന്നെ എണ്ണം പറഞ്ഞ ഗേൾസ് സ്കൂളുകളിൽ ഒന്നുകൂടിയായിരുന്നു, തുടങ്ങിയ വ്യക്തിത്വമാണ്. പൂനെയിലെ ആദ്യത്തെ, ഓക്കെ, പല പേരുകൾ വരുന്നുണ്ട്. അടുത്ത ക്ലൂയിലേക്ക് കിടക്കാം. പാർട്ട്ണർ വിത്ത് ജ്യോതിബ. ജ്യോതിബ എന്ന സോഷ്യൽ റിഫോമറുമായിട്ട് ആയിരുന്നു ഇദ്ദേഹത്തിന്റെ ഭർത്താവായിരുന്നു ജ്യോതിബ എന്ന് വേണമെങ്കിൽ പറയാം. പലരുടെയും പേര് പലതായിട്ടാണ് വരുന്നത്. ഓക്കെ, ജ്യോതി ശങ്കർ റൈറ്റ് ആൻസർ ആണ്. ഫുൾ നെയിം തന്നെ വേണം. ഞാൻ പറഞ്ഞു സ്ത്രീയാണ്, ഫുൾ നെയിം തന്നെ വേണം. ജ്യോതി ശങ്കർ കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞിട്ടുള്ളത്. റിജാൻ CJ കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞിട്ടുള്ളത്. ഹിബ ഫാത്തിമ കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞിട്ടുള്ളത്. നസീന സിയാദ് കറക്റ്റ് ആൻസർ ആണ്. ഓൾമോസ്റ്റ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പെട്ടെന്ന് അടിച്ചതിൽ വന്നിട്ടുള്ളതാണെന്ന് തോന്നുന്നു. ഒരൊറ്റ ക്ലൂ കൂടി ഉണ്ട്. ഇന്ത്യൻ ഫെമിനിസ്റ്റിന്റെ മാതാവ് എന്ന് നമുക്ക് സൂചിപ്പിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണ്. 1870കളിൽ ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത സമയത്ത് പെൺകുട്ടികൾക്കായിട്ട് സ്കൂൾ തുടങ്ങിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ശ്രീമതി സാവിത്രിബായി ഫുലെ. പെൺകുട്ടികൾക്കായിട്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ചുരുക്കം വ്യക്തിത്വങ്ങളിൽ ഒരാൾ കൂടിയായിട്ട് നമുക്ക് ഇവരെ കണക്കാക്കാം. ഇവരുടെ, ഞാൻ പറഞ്ഞല്ലോ, ഭർത്താവായിരുന്ന ജ്യോതിബ ഫുലെയും ഈ പറഞ്ഞ സമൂഹത്തിലെ പിന്നാക്കം നിൽക്കുന്ന ദളിതർക്ക് വേണ്ടി, അതുപോലെ വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് വേണ്ടി എല്ലാം തന്നെ ഒരുപാട് പ്രവർത്തിച്ചിട്ടുള്ള രണ്ട് റിഫോമേഴ്സ് ആണ് സാവിത്രിബായി ഫുലെയും ജ്യോതിബ ഫുലെയും, അല്ലെ ജ്യോതിറാവു ഫുലെ എന്ന് പറയുന്നവരും ഉണ്ട്. റൗണ്ട് ഡി എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ഓഡിയോ കേൾപ്പിച്ചു തരും. ഈ ഓഡിയോ കേട്ടിട്ട് അതെന്താണ് ആ ഒരു ഓഡിയോയുടെ പ്രസക്തി, അല്ലെങ്കിൽ ഏതൊരു സ്പീച്ച് ആയിരിക്കും ഒരു പക്ഷേ, അത് ഏതാണ് സ്പീച്ച്. ഇനി മറ്റതൊരു അനൗൺസ്മെന്റ് ആയിരിക്കാം, എന്തിനെ പറ്റിയാണ് അനൗൺസ് ചെയ്യുന്നത്. ഇനി അതല്ലെങ്കിൽ ഒരു ഗാനമായിരിക്കാം, ഏതാണ് ആ ഗാനം എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണ് വരാൻ പോകുന്നത്. ഒട്ടും സമയം കളയാതെ നമുക്ക് റൗണ്ടിലെ ആദ്യ ചോദ്യത്തിലേക്ക് കടക്കാം. അപ്പൊ ഈ സ്പീച്ച് ഐഡന്റിഫൈ ചെയ്യാനാണ്. Long years ago, we made a tryst with destiny, and now the time comes when we shall redeem our pledge. കേട്ടോ? ഓക്കെ, ഇനി ചോദ്യത്തിലേക്ക് വരാം. ഈ ഒരു പ്രസംഗത്തിന്റെ പേരെന്താണ്? സ്വതന്ത്ര ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു പ്രസംഗം തന്നെയാണ് ജവഹർലാൽ നെഹ്റുവിൽ നിന്ന് വന്നിട്ടുള്ളത്. ഈ പ്രസംഗത്തിന്റെ പേരെന്താണ്? പ്ലേ ചെയ്തിട്ടുണ്ട്. Long years ago, we made a tryst with destiny, and ജ്യോതി now ശങ്കർ the പറഞ്ഞത് time comes when we shall redeem വാക്കുകൾ our pledge. കുറച്ചുകൂടെ, യെസ്, ആദ്യം കറക്റ്റ് ആൻസർ പറഞ്ഞത് അജിത്താണ്. അജിത്താണ് കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുള്ളത്. ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി ആണ് കേട്ടോ. ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇനി 1965 നമ്മളുടെ സോൾജേഴ്സിനെയും അതുപോലെ തന്നെ നമ്മളുടെ ഫാമേഴ്സിന്റെയും പ്രാധാന്യം അറിയിച്ചുകൊണ്ട് വന്നിട്ടുള്ള ഒരു ये जो स्वराज आया है उसे हम मजबूती से अपने पास रखेंगे ताकि कोई दूसरा हमारी तरफ टेढ़ी नजर भी उठाकर देखे तो हम उसका पूरी तरह से मुकाबला कर सकें। मैं आपसे कहूंगा कि दो नारे आज लगें, दो नारा अगर आप लगाएं तो वही असली नारा है आज देश की जरूरत के मुताबिक। एक तो जय, സോറി, അനാമിക കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞിട്ടുള്ളത്. അനാമിക, അഷിക കറക്റ്റ് ആൻസർ ആണ്.
ജ്യോതി ശങ്കർ കറക്റ്റ് ആൻസർ ആണ്. ഹിസ കറക്റ്റ് ആൻസർ ആണ്. സോ 4 വേർഡുള്ള ആ ഒരു സ്ലോഗൻ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജയ് ജവാൻ ജയ് കിസാൻ എന്നുള്ളത് തന്നെയാണ് ആ ഒരു സ്ലോഗൻ. 1965 അന്നേരത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ശബ്ദമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഇത് 1896 രവീന്ദ്രനാഥ് ടാഗോർ പാടിയിട്ടുള്ളതാണ്. ഈ പാട്ട് കേൾപ്പിക്കാം ഞാൻ. അതിനു മുമ്പേ ഒരുപക്ഷെ ഉത്തരങ്ങൾ വന്നു തുടങ്ങും, അതുകൊണ്ട് തന്നെ ഞാൻ കേൾപ്പിക്കാം. നവ്യ കറക്റ്റ് ആൻസർ ആണ്. റമി രാജൻ കറക്റ്റ് ആൻസർ ആണ്. അനുപ്രിയ കറക്റ്റ് ആൻസർ ആണ്. ആൽഫിയ കറക്റ്റ് ആൻസർ ആണ്. ഇനി ഈ കേൾക്കുന്ന ഒരു ശകലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ശകലമാണ്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ ഏത് ഭാഗമാണ് ഈ പറയുന്നത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic. ഓക്കെ, പ്രിയാമ്പിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഇപ്പൊ നിങ്ങൾ ഈ കേട്ട ശകലം. ഒരു മിഡ് നൈറ്റ് ബ്രോഡ്കാസ്റ്റ് ആണ്. ഡാഷ് ഈസ് ഡിക്ലെയർഡ് ഏത് ഇവന്റിനെ പറ്റിയാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്? ये हमारा परम कर्तव्य है कि हम एकता और स्थायित्व की रक्षा करें. राष्ट्र की अखंडता के लिए कठोर कार्रवाई करना जरूरी है. आंतरिक स्थायित्व के खतरे से उत्पादन और आर्थिक उन्नति की संभावनाओं पर भी असर पड़ता है. ഏത് ഇവന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്? വ്യക്തിയല്ല. എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നത് ഇങ്ങനെയായിരുന്നു. ये हमारा परम 1975 21 മാസക്കാലത്തേക്കുള്ള എമർജൻസി നേരത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണ് ഡിക്ലെയർ ചെയ്തത്. സോ ആ ഡിക്ലറേഷൻ നമ്മുടെ റേഡിയോയിലൂടെ ഈ രീതിയിലാണ് വന്നിട്ടുണ്ടായത്. ഓക്കെ, അപ്പൊ ഇത് വീഡിയോ ആണ് പ്ലേ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ആദ്യത്തെ സാറ്റലൈറ്റ് ആണ്, ഇന്ത്യയുടെ ആദ്യത്തെ സാറ്റലൈറ്റ് ആണിത്. ഓക്കെ, ആര്യഭട്ടയാണ് റൈറ്റ് ആൻസർ. 1975 USSRന്റെ സഹായത്തോടു കൂടി ഇന്ത്യ ലോഞ്ച് ചെയ്ത ഇന്ത്യയുടെ സ്വന്തം സാറ്റലൈറ്റ് ആണ് ആര്യഭട്ട. In 1930, one man walked 240 miles to break a law using salt. Britain taxed salt in India, something everyone needed, and banned Indians from collecting it. ദണ്ഡി മാർച്ചിനെ പറ്റിയാണ് നമ്മളിപ്പോ സംസാരിച്ചത്. ഓക്കെ, ഉപ്പുണ്ടാക്കാനുള്ള അവകാശം നമുക്ക് നേടണം എന്നുള്ള കൃത്യമായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്തിട്ടുള്ള ഒരു ഇവന്റ് ആയിരുന്നു. വളരെ വലിയൊരു പ്രൊട്ടസ്റ്റ് ആയിരുന്നു. സോ അതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഷിപ്പാണ്. ഇന്ത്യയുടെ സ്വന്തം എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം. അശോക് സർ, INS വിക്രാന്ത് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. INS വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ INS വിക്രാന്ത് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 4 എക്കണോമിക് സിറ്റീസിനെ പുറത്തിണക്കിക്കൊണ്ട് വന്നിട്ടുള്ള ഒരു സമയത്ത്, ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരുപാട് ഇടങ്ങളിൽ NH ഒക്കെ തന്നെ നല്ല രീതിയിൽ വരുന്നുണ്ട്. പക്ഷെ ആ ഒരു സമയത്ത് ബിസിനസ് മനസ്സിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ എക്കണോമി ബൂസ്റ്റ് ചെയ്യുന്നതിനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ഹൈവേ ആണിത്. ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നിങ്ങനെയുള്ള വളരെ ബിഗ് സിറ്റീസിനെ കണക്ട് ചെയ്തുകൊണ്ട് അവിടേക്കുള്ള ഗതാഗതം എളുപ്പമാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ റോഡ്സിലൊന്നും തന്നെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബൈക്സ് ഒന്നും തന്നെ നിലവിലും കയറ്റാൻ പറ്റുന്ന സാഹചര്യം ഒന്നുമില്ല. വളരെ ഫ്രൈറ്റ് ട്രാൻസ്പോർട്ട് ഒക്കെ തന്നെ, അതായത് ഗുഡ്സിന്റെ ട്രാൻസ്പോർട്ട് ഒക്കെ തന്നെ വളരെ എഫക്റ്റീവ് ആയിട്ട് മാനേജ് ചെയ്യുന്നതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു ഹൈവേ ആണ് നമുക്ക് പറയാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ രാജ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൂട്ടം മനുഷ്യരാണ്. അത് ഇവരെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളുടെ ഇവിടുന്ന് തന്നെ പല രീതിയിലുള്ള വിദ്യാഭ്യാസം നേടിയിട്ട് പുറത്തു പോകുന്നവരൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അതൊന്നും ഒരിക്കലും പ്രശ്നമുള്ള കാര്യമില്ല. പക്ഷെ ഈ എല്ലാവിധ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടും രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ച് വർക്ക് ചെയ്യുന്ന ഒരു കൂട്ടം സയന്റിസ്റ്റുകളെയാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പൊ അവർ ആഘോഷിക്കുന്നതിന്റെ അവരുടെ ഈ ചിരിയുടെ പുറകിലും ഒരു റീസൺ ഉണ്ട്. ആ റീസൺ എന്താണെന്നുള്ളതാണ് ചോദ്യം. ഒരു മിഷന്റെ സക്സസ് ആണ്. ഏത് മിഷന്റെ സക്സസ് എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള ഉത്തരം വേണേ. ഇതിൽ കൃത്യമായിട്ടുള്ള ഉത്തരം വേണം. ഏതാണ് മിഷൻ എന്നുള്ളത്? ലാൻഡർ മൊഡ്യൂൾ. People are applauding. Let us all ചന്ദ്രയാൻ 3
കറക്റ്റ് ആണ്. ചന്ദ്രയാൻ 3യുടെ സോഫ്റ്റ് ലാൻഡിംഗ് ആണ്. ആ ലാൻഡിംഗ് നടന്നപ്പോഴുള്ള നമ്മളുടെ സയന്റിസ്റ്റുകളുടെ ആഹ്ലാദമാണ് ഈ കാണുന്നത്. ചന്ദ്രയാൻ 3 ലാൻഡ് ചെയ്തതിന്റെ സോഫ്റ്റ് ലാൻഡിങ്ങിന്റെ വിഷ്വൽസ് കാണുമ്പോഴുള്ള സന്തോഷമാണ് നമ്മൾ ഈ കണ്ടത്. എല്ലാ ഫീൽഡും നമ്മൾ കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. സയൻസ് ആയിക്കൊള്ളട്ടെ, സ്പോർട്സ് ആയിക്കൊള്ളട്ടെ, ആർട്ട്, കൾച്ചർ, ഈ ഫ്രീഡം സ്ട്രഗിൾ, എല്ലാ ഏരിയാസും കവർ ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് തയ്യാറാക്കിയിട്ടുണ്ടായത്. ഇതിൽ സഹകരിച്ച, അതുപോലെ തന്നെ ഓൺലൈനായി നിന്ന് വളരെ ഉത്സാഹത്തോടു കൂടി പങ്കെടുത്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങളുടെ ആ ഒരു പഠിക്കാനുള്ള ഡിറ്റർമിനേഷൻ തന്നെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പൊ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. സോ എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. അപ്പൊ മറന്നുപോയ കുറെ കാര്യങ്ങൾ ഓർമ്മ വന്നു പറയുന്നുണ്ട്. അതൊക്കെ അങ്ങനെ ഇപ്പം അതിൽ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ഞാൻ വീണ്ടും പറയുന്ന മറ്റൊന്നും കൊണ്ടല്ല, ഒരു ഗ്യാപ്പ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇതിലേക്ക് തിരിച്ചെത്തുക എന്നുള്ളത് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടെടുക്കുന്ന തീരുമാനമാണ്. ആ തീരുമാനത്തിനോടൊപ്പം തന്നെ ചേർന്ന് പോവുക, ഇതുപോലത്തെ ഇവന്റ്സിലൊക്കെ പങ്കെടുക്കാൻ നിങ്ങൾ കാണിക്കുന്ന ഒരു എഫേർട്ട് എന്നുള്ളത് ചില്ലറ എഫേർട്ടൊന്നുമല്ല. ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഓരോരുത്തരും പങ്കെടുത്തിട്ടുള്ളത്. പലവിധ തിരക്കുകൾ ഉണ്ടാവും. അതെല്ലാം ഒഴിവാക്കിയാണ് നിങ്ങൾ ഈ ഒരു 50 മിനിറ്റ് ലേണേഴ്സിനോടൊപ്പം ചെലവഴിച്ചത്. അപ്പൊ ഇനിയും അതുപോലെ തന്നെ വരണം. ഇനി എത്ര ഇവന്റ്സ് ഉണ്ടെങ്കിലും എല്ലാത്തിലും നിങ്ങളുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുള്ള ഉറപ്പും എനിക്കും അതുപോലെ തന്നെ റേസറിനും എൻ്റെ ടീമിനും ഉണ്ട്. നമുക്കൊരു ടൈറ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ തന്നെ ആയിരുന്നു നടന്നത്. ക്വിസ് മാസ്റ്റേഴ്സിനുള്ളതിനേക്കാളും ടഫ് ആയിരുന്നു നമുക്ക്. കാരണം നമുക്ക് ഇത് വിർച്വലി കണ്ടക്ട് ചെയ്യാണ്. അത് മാത്രമല്ല, നമ്മൾ ഒരാളുടെ പേരല്ല, നമ്മൾ 5 പേരുടെ പേര് വെച്ച് നോട്ട് ഡൗൺ ചെയ്യണം. അത് വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്നാലും നല്ല പാർട്ടിസിപ്പേഷൻ ആയിരുന്നു. നല്ല രീതിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. നമ്മൾ ടോപ്പായിട്ട് പറഞ്ഞത് നിങ്ങൾക്കറിയാം, നമ്മൾ ആൻസേഴ്സ് പറഞ്ഞതിൽ ഫസ്റ്റ് പറഞ്ഞവരല്ല, നമുക്ക് ആ ഒരു ഫ്രാക്ഷനോ സെക്കൻഡ് നമ്മൾ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ കാരണം മാറാം. അപ്പൊ ആദ്യം ആൻസേഴ്സ് പറഞ്ഞത് 5 പേരെ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും നോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ബേസിൽ ഏറ്റവും ടോപ്പായി വന്നിരിക്കുന്നത് നമ്മുടെ ജ്യോതി ശങ്കർ ആണ്. 11 പോയിന്റ്സോട് കൂടി ജ്യോതി ശങ്കർ ആണ് ടോപ്പിൽ വന്നിരിക്കുന്നത്. സെക്കൻഡ് നസീന സൈദ് 10 പോയിന്റോട് കൂടി. പിന്നെ ഫിദ, ഫാത്തിമത്തുൽ ഫിദ തേർഡ്, അതുപോലെ അൽഫിയ ഫോർത്ത്. അപ്പൊ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യാൻ, നിങ്ങൾ ഇതിനേക്കാളും കൂടുതൽ ആൻസേഴ്സ് പറഞ്ഞവരുണ്ടാവും. അത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. നമ്മൾ ആദ്യം ആൻസേഴ്സ്, ഓരോ ക്വസ്റ്റ്യനും ആദ്യം ആൻസർ പറഞ്ഞ് 5 പേരെ സെലക്ട് ചെയ്തിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. കാരണം നമുക്ക് വിർച്വൽ ആയിട്ട് കോമ്പീറ്റ് ചെയ്യാണ്. നമ്മൾ പ്രൈസിനേക്കാളും വലുത് നിങ്ങളെല്ലാവരും ഇവിടെ സാർമാർ പറഞ്ഞ പോലെ അതിൽ നല്ല രീതിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. എല്ലാം ഒന്ന് റിഫ്രഷ് ചെയ്തു. ഒരു ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് നമ്മൾ ഒരു എന്താ പറയാ, ഒരു നല്ലൊരു ക്വിസ് കോമ്പറ്റീഷൻ, നല്ല പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. ആൻഡ് കൺഗ്രാറ്റ്സ് ടു വിന്നേഴ്സ് ജ്യോതി ശങ്കർ, നസീന സൈദ്, ഫാത്തിമത്തുൽ ഫിദ ആൻഡ് അൽഫിയ. കൺഗ്രാറ്റുലേഷൻ. എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. കൺഗ്രാറ്റ്സ് വിന്നേഴ്സ്. താങ്ക് യു ഓൾ ഫോർ ജോയിനിങ്. ഇത്രയും നേരം സ്റ്റേ ബാക്ക് ചെയ്തതിന് ഒരുപാട് നന്ദി. ആൻഡ് ഐ ഹോപ്പ് ദ സെഷൻ വാസ് ഗ്രേറ്റ്. നന്നായിരുന്നു തന്നെ വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലത്തെ എല്ലാ ഇവന്റ്സിലും എല്ലാവരും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ബൈ.